എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അർജുനൻ്റെ ശ്രീകൃഷ്ണ ഭക്തിയെക്കുറിച്ചാണ്. ഒരിക്കൽ കൃഷ്ണ ഭഗവാനോടൊപ്പം അർജുനൻ ദ്വാരകയിലേക്ക് പോയി. അർജുനൻ രഥം കൈകാര്യം ചെയ്യുകയായിരുന്നു. അതിനാൽ അവർ ദ്വാരകയിലെത്തിയപ്പോൾ അർജുനൻ ക്ഷീണിതനായി. ഒന്നുറങ്ങാനായി അദ്ദേഹം അന്തഃപുരത്തിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രുക്മിണി ദേവി കൃഷ്ണൻ്റെ അടുത്തെത്തി ഭക്ഷണം തയ്യാറായി എന്ന് ഉണർത്തിച്ചു. എന്നാൽ ഇന്ന് കൊട്ടാരത്തിൽ ഒരു അതിഥിയുണ്ടെന്നും അദ്ദേഹം തയ്യാറാകുന്നതുവരെ താൻ കഴിക്കില്ലെന്നും കൃഷ്ണൻ പറഞ്ഞു. അതിനാൽ രുക്മിണി ദേവി ഉടൻ തന്നെ അർജുനനെ ഉണർത്താൻ പോയി. രുക്മിണി ദേവി അർജുനൻ്റെ മുറിയിലെത്തിയപ്പോൾ അതിശയിച്ചുപോയി. അർജുനൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗവും ഓരോ സുഷിരവും ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും കൃഷ്ണ കൃഷ്ണ എന്ന് ചൊല്ലുന്നു. അതിശയകരമായ ഈ കാഴ്ച കണ്ട് രുക്മിണി ദേവി ആനന്ദത്തോടെ അവിടെ മതിമറന്ന് നിന്നുപോയി. അതേസമയം അവിടെ നാരദമുനി എത്തുകയും ഭഗവാന് ഭക്ഷണം കഴിക്കാനുള്ള സമയം കഴിഞ്ഞെന്ന് മനസ്സിലാക്കി ഭഗവാനോട് ഭക്ഷണം കഴിക്കാനായി പറഞ്ഞു. എന്നാൽ ഭഗവാൻ നാരദമുനിയോടും അതിഥി എത്തിയിട്ടേ കഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നാരദരും അർജുനനെ ഉണർത്താൻ പോയി. അവിടെ എത്തിയ നാരദരും ഈ കാഴ്ച കണ്ട് ആനന്ദപ്പെട്ടു. അർജുനൻ്റെ ഭക്തിയിൽ സ്വയം മറന്ന് ഭക്തിരസത്തിൽ ആറാടി നാരദർ ഗാനം ആലപിക്കാൻ തുടങ്ങി. പിന്നീട് സത്യഭാമ ഭഗവാനെ വിളിക്കാൻ ചെന്നു. തുടർന്ന് ഭഗവാന്റെ ആവശ്യപ്രകാരം സത്യഭാമയും അർജുനനെ ഉണർത്താനായി പോയി. സത്യഭാമ മുറിയിലെത്തിയപ്പോൾ ഉറക്കത്തിൽ അർജുനൻ കൃഷ്ണ കൃഷ്ണ എന്ന് മന്ത്രിക്കുന്നത് കേട്ടു. രുക്മിണി കൈകളാൽ താളം പിടിച്ച് കണ്ണുകളടച്ച് സ്വയം മറന്നു നിൽക്കുന്നു. നാരദമുനിയോ വീണയിൽ സ്വരമുതിർത്തുകൊണ്ട് ഗാനമാലപിക്കുന്നു. ഇത് കണ്ടപ്പോൾ സത്യഭാമ ഭക്ഷണത്തെക്കുറിച്ച് മറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അർജുനൻ്റെ അടുത്തേക്ക് പോയി അർജുനനെ ഉണർത്താൻ തീരുമാനിച്ചു. ഭഗവാൻ അവിടെ എത്തി. എല്ലാവരെയും കണ്ടപ്പോൾ ഏവരും കൃഷ്ണഭക്തിയിൽ ആറാടി നിൽക്കുന്ന ആ കാഴ്ച അദ്ദേഹം കണ്ടപ്പോൾ ഭഗവാന്റെ ഹൃദയം ഭക്തവാത്സല്യത്താൽ സ്നേഹത്താൽ നിറയാൻ തുടങ്ങി. ഭഗവാൻ അർജുനൻ്റെ സമീപത്തായി കിടക്കയിലിരുന്നു. ശേഷം അർജുനൻ്റെ കാലുകൾ ഭഗവാന്റെ മടിയിലേക്ക് എടുത്തു വെച്ച് മെല്ലെ മെല്ലെ തഴുകാൻ തുടങ്ങി. ആ സമയം അർജുനൻ ഉണർന്നു. ഉണർന്ന അർജുനൻ നോക്കുമ്പോൾ എന്താ കഥ! തൻ്റെ കാലുകൾ ഭഗവാന്റെ മടിയിലിരിക്കുന്നു. ആശ്ചര്യത്തോടെ അർജുനൻ ഭഗവാനോട് ചോദിച്ചു, കൃഷ്ണ, അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? എൻ്റെ കാലുകൾ അവിടുത്തെ മടിത്തട്ടിൽ വെച്ചിരിക്കുന്നത് ഇത് ശരിയോ ഭഗവാനെ? അപ്പോൾ ശാന്തമായ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു, അർജുന, നിന്റെ ശരീരത്തിലെ ഓരോ സുഷിരത്തിലും ഞാനുണ്ട്. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഉത്തമ ഭക്തനായ നിന്റെ കാലുകൾ എൻ്റെ മടിയിൽ വെച്ചുകൂടാ? നിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ പോലും നീ എന്നെ സ്നേഹിക്കുന്നു. നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നിലുള്ള നിഷ്കാമ ഭക്തിയാണ്. അതിനാൽ ഞാൻ എന്നും നിനക്ക് തോഴനായിരിക്കും. ഇത് പറഞ്ഞ് അദ്ദേഹം അർജുനനെ ആലിംഗനം ചെയ്തു. നിഷ്കളങ്കരായ ഭക്തർക്ക് എന്നും ഭഗവാൻ ഒരു തോഴനായിരിക്കും. എന്നും ഭക്തന്മാരോടൊപ്പം വലിപ്പ ചെറുപ്പമില്ലാതെ അവരിൽ ഒരാളായി ഇരിക്കാനാണ് ഭഗവാൻ ഇഷ്ടം. ഭഗവാന്റെ
പ്രിയ ഭക്തർക്കായി ഭഗവാൻ ഏതു രൂപത്തിലും വരും, എല്ലാവരെയും സംരക്ഷിക്കും. ഭഗവാനെ, ഭക്തവത്സല, കാരുണ്യസിന്ധു, ഗുരുഭവനപുരേശ, എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. നന്ദി.